ഞാൻ ചോദിക്കുന്നത് ആ മനുഷ്യന്മാർ അപ്പോൾ അവർ ഈ സർവേയിൽ പങ്കെടുത്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കും? അതിനല്ലേ അതിനകത്ത് സുതാര്യതയുടെ കുറവിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ ഞാനും അങ്ങയും കൂടി ഇരിക്കുന്ന രീതിയിൽ അങ്ങേ ബോധ്യപ്പെടുത്തുവാൻ അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഇന്ന മണ്ഡലം അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള തെളിവ് അങ്ങ് പറയും. ഏത് മണ്ഡലമാണ് പറയും? അങ്ങ് പറയും. പലത് പറയാതെ ജനറലൈസ് ചെയ്യാതെ അങ്ങ് പറയും. ദേവികുളം മണ്ഡലം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. അവർക്ക് സമാഹരിച്ച പൈസ അവർ അടച്ചിട്ടുണ്ട്. ഇനി അടുത്ത മണ്ഡലം പറയും. ദേവികുളം മണ്ഡലം അടച്ച ഞാൻ പറയുന്നത് ഇപ്പൊ ഇടതുപക്ഷക്കാര് ബോധപൂർവമായിട്ട് ഇതിനകത്തൊരു അവ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങ് പറയും ദേവികുളം മണ്ഡലം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അധിക്കുന്നു, ദേവികുളം മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് പരാതി അധിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ പണത്തിന്റെ എന്ത് രേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അങ്ങ് പറയുന്നത് സുതാര്യതയില്ലായ്മ എന്ന് പറയും. ചോദ്യം ചോദിക്കാം. അങ്ങ് സുതാര്യതയില്ലായ്മ എന്ന് പറയുമ്പോൾ അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സുതാര്യതയില്ലായ്മയെ പറ്റി പുറത്തു നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് വ്യക്തമായ കണക്ക്. ഞാൻ ഇതുപോലൊരു മാധ്യമ സമ്മേളനം നടത്തുമ്പോഴാണ് മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞത് ഇതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്.